ആകെ ഒരു ലക്ഷണം കെട്ടി കിടക്കണ പോലെ തോന്നില്ല മോനെ. ആൾക്കാര് പറയണ പോലെ ഇവിടെ ഇനി വല്ല ഭൂതവും പ്രേതം ഉണ്ടോ മോനെ? ഒന്ന് പോമയായിരുന്നു. ഇവിടെ പ്രേതം ഇരിക്കല്ലേ അമ്മയെ പിടിക്കാൻ വേണ്ടിട്ട്. അമ്മയ്ക്ക് ആയിരുന്നല്ലോ തറവാട് പോലത്തെ വീട് വേണം. അമ്മനെ സെലക്ട് ചെയ്തല്ലേ, മേടിക്കണേന് മുമ്പ് ആലോചിച്ചില്ലല്ലോ. അല്ല, അന്നിങ്ങനെ നമുക്കറിയില്ലല്ലോ ഈ ഭൂതത്തിന്റെ പ്രേതത്തിന്റെ ഒന്നും കാര്യം. ഇപ്പൊ അറിഞ്ഞപ്പോഴല്ലേ അമ്മയ്ക്ക് പേടി. അമ്മ ഏത് പ്രേതം വരാനാണ് ഞാൻ അല്ലേ കൂടെ ഉള്ളത്. അമ്മയ്ക്ക് പേടിയുണ്ടാ? എന്താ എന്തൊരച്ച? എന്താ അച്ഛ? അമ്മ പോയി നോക്കിട്ട് വാ. മോനുമാ. ഞാൻ വന്നില്ല, അമ്മ പൊക്കോ. ചെല്ല്. അവിടെ ഒന്നുമില്ല. മനോട്ടാ, ഇവിടെ നിധി ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പന്നെയാ. എന്റെ ഉണ്ണി ഉറപ്പുള്ളതുകൊണ്ടല്ലേ നമ്മൾ ഈ പണിക്കിറങ്ങിയ. അല്ല, ചുമ്മാ അടക്കണ പറമ്പ് ഇത് കുഴിക്കാൻ എന്താ പ്രാന്ത എനിക്ക്? ഇനിയിപ്പോ അഥവാ അവിടെ അവിടെ ഒന്ന് രണ്ട് കുഴി ആയിപ്പോയെന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ അതിനനുസരിച്ച് വാഴ കൊണ്ട് വെച്ച് ഇതെല്ലാം കൊലച്ച് വരികയല്ലേ. ആ കൊല വിട്ടാലും നമുക്കല്ലേ കാശ് എടുക്കാൻ പറ്റും. അപ്പുറത്തുനിന്ന് വെച്ചേക്കണേ. വന്നേ മോൻ. ഞാൻ പറയട്ടെ, നമുക്ക് പോയിട്ട് പിന്നെ വരാം. അയ്യോ, ഇത്ര നേരം ആകാശം നിന്റെ തലയിലാർന്നല്ല. ഇപ്പൊ ഇവിടെ പോയി ധൈര്യമൊക്കെ പോങ്ങോട്ട്. അതല്ലമ്മ, നമുക്ക് ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വരാം. അമ്മ ഇല്ലേ, നീ വാ. പേടിയാണെന്ന്. ഇനി പെണ്ണേ, ഇവിടെ കിട്ടിയെങ്കിൽ പകുതി പോയി. എന്ത് ഇത് ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന 10 രൂപ കോയിന്. ഇത് പോക്കറ്റ് നേരത്തെ എപ്പോഴും കണ്ട ഇതിന് വീണ്. അത് കിട്ടിയെന്ന് പറഞ്ഞാൽ അതിന് ഇതിന്ന് പതി വേണം. നല്ല മനസ്സോടെ ഒരു ജോലി നല്ല ഇത് കിട്ടും. അങ്ങനെ നോക്കൂലി വാങ്ങിച്ചു സൂചിക്കണ്ട. ഉണ്ണേ, എന്താ ഉണ്ണി കാണിക്കണ? എന്താ ഞാനിവിടെ കുഴിച്ചോണ്ടിരിക്കണത്, നീ അതെല്ലാം മൂടിക്കൊണ്ടിരിക്കണ. അതെ, എന്താ ഇവിടെ? എന്താ ഇവിടെ? ഏത് ഇതെന്തീ കാണണേ? നിങ്ങളാരാ? ഞങ്ങൾ ഈ വീട് മേടിച്ച പുതിയ ആൾക്കാര്. വീട് മേടിച്ച ആൾക്കാര്. നിങ്ങളെന്താ ഇവിടെ? നിങ്ങളാ മേടിച്ചോ? അതിപ്പോ മേടിച്ചു. അതെപ്പോഴെങ്കിലും മേടിച്ചു. നിങ്ങൾ ഇവിടെ എന്താ കാണിക്കണേ? ഞങ്ങളിവിടെ കുഴിയെടുക്കുന്നു. വാഴ വെക്കാൻ. ഞങ്ങളുടെ സ്ഥലത്ത് എന്തിനാ നിങ്ങൾ വാഴ വെക്കണേ? ചേച്ചി വേറൊന്നും ഇതല്ല, ഞങ്ങളൊക്കെ ഇവിടെ അടുത്തുള്ളവര് തന്നെയാണ്. അല്ല, നിങ്ങളെ ഇതിന്റെ പൈസ മുഴുവനും കൊടുത്തോ? എന്തിന്? അല്ല, ഇടപാട് കഴിഞ്ഞോന്ന് കഴിഞ്ഞോ? നിങ്ങൾ ഈ വീടും പറമ്പും മേടിക്കുമ്പം പരിസര പ്രദേശത്ത് നിന്ന് ആരോട് ചോദിച്ചിട്ടേ? അല്ല, അതിപ്പോ അവരെ കുറ്റം പറയാൻ പറ്റില്ല ഉണ്ണി. ആ ബ്രോക്കറൊക്കെ എന്തോ കൂടുതൽ കാശ് കിട്ടിയപ്പോ അയാൾ കൊണ്ടുവന്ന് ഇത് അവരെ കൊണ്ട് മേടിപ്പിച്ചു, അത്രേ ഉള്ളൂ. അല്ല, ഇപ്പൊ ഈ വീടിന് എന്താ കുഴപ്പം? പ്രത്യേകിച്ച് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. രാത്രി 12 മണിയൊക്കെ ആയി കഴിഞ്ഞാ ഉള്ളിന്ന് ചിലപ്പോ എന്തോ ചെറിയ ശബ്ദം അവിടെ ഇവിടെ ഒക്കെ കേൾക്കാന്ന് പറഞ്ഞില്ലേ. മണിച്ചിലെങ്കിലേ അതിന്റെ ഒരു ഒച്ച. അതെ, അത് കരച്ചില് അത് വെള്ളിയാഴ്ച ദിവസങ്ങളിലേ ഉള്ളൂ കരച്ചില്. അതെല്ലാ ദിവസവും ഇല്ലല്ലോ. സത്യമാണോ നിങ്ങൾ പറഞ്ഞത്? പിന്നെ ഞങ്ങളെന്തിനാ ചേച്ചി കള്ളം പറയാം? ചുമ്മാ അതെ, നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്നൊക്കെ പറഞ്ഞ് അമ്മ ചുമ്മാ പോകാൻ പറ. ആരോടും ഉള്ള സത്യം പറയരുത് എന്നുള്ള ഇതാണ്. നിങ്ങൾ കുഴിക്ക്. ഇവിടെ പറ്റില്ല. ഞങ്ങള് ഞങ്ങൾ പോലീസിനെ വിളിക്കും. ഇറങ്ങിക്കേ.
പോലീസിനെ വിളിക്കുന്നത് വിളിക്കും. പോലീസിനെ സ്ഥിരമായിട്ട് ഇവിടെ കാവല് നിർത്തിക്കോ, വേണ്ടി വരും. വേണ്ടി വരും, ചെല്ലങ്ങോട്. പിന്നെ രാത്രി ഉണ്ടല്ലോ, രാത്രി 12 മണി കഴിഞ്ഞാൽ ഈ പറമ്പിലോട്ടൊന്നും ഇറങ്ങരുത്. ഇവിടുന്ന് പലതും വന്ന് പറിച്ചെറിയലും. നിങ്ങൾ രാത്രിയിലത്തെ കാര്യമൊന്നും പറയണ്ട, പോയാ മതി. ഇത് ഞങ്ങളുടെ പറമ്പാ. കുഴപ്പമില്ല, ധൈര്യമുള്ള ഈ മോളുള്ളതൊന്നും പേടിക്കണ്ട. വേണ്ട. വരാനുള്ളത് വഴി തങ്ങൂല, അനുഭവിച്ചേ തീരൂ. നമ്മളായിട്ട് ഇനിയിപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്റെ നമ്പർ? ഒരാവശ്യമില്ല, പോയടാ അങ്ങോട്ട്. നിന്നെ കൊണ്ടുപോയി അടുത്ത ആള് വരണം. വാ, സൂക്ഷിച്ച നല്ലത്. ഓളിയിടുമ്പോ ഉണ്ടല്ലോ ഇതിനെ കൂടി കൊണ്ടോ. നോക്കണേ, രാത്രി 12 മണിക്ക് ശേഷം. മോനെ നമുക്ക് പോവാം. വെറുതെ ഇരിക്കും അമ്മേ. ഇത് മെല്ലെ വീട്ടിന്റെ ഓടിന്റെ മണ്ടേ വീഴണം. എറിഞ്ഞോ ചാത്തനേറുണ്ടെന്ന് വരുത്തി തീർക്കാനാ. കളക്കി ഹലോ, അതെ, പുരാവസ്തു വകുപ്പ് ഓഫീസാണ്. ആലപ്പുഴയെന്നോ? കയ്യോ മുറിച്ചു മാറ്റിയതാണോ? ഈ തലയുടെ ഭാഗം അല്ലെങ്കിൽ കാലിന്റെ ഭാഗം എന്തെങ്കിലുമൊക്കെ കിട്ടിയോ? ഈ കിട്ടിയ അവശിഷ്ടമൊക്കെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് മാറ്റി വെക്കും. ഞങ്ങൾ നാളെ വരാം. ശരി. ആരാ സാർ, ആരനെ കൊന്ന്? ആലപ്പുഴയിൽ ഒരു തെങ്ങിൻ തോപ്പിലേ ഒരു പ്രതിമയുടെ അവശിഷ്ടം കിട്ടി. പ്രതിമ എന്നറിയില്ല. അപ്പൊ അതാ ഞാൻ ആളെ കൊന്നു വിചാരിച്ചു. ആലാക്ക് അല്ല, അത് കൊറേ നേരമായാലും നോക്കണേ. എന്തായി നോക്കണേ? ഇതിന്റെ മുകളിലൊരു 8 വെട്ടട്ടെ. ആലാക്ക് എനിക്ക് ഇതിനെ കാണാൻ തന്നെ പേടിയാണ്. ഇതട്ട് പോണൂല്ല. അത് രാവിലെ വന്നിരുന്നിട്ട് കണ്ടുപിടിക്കണ ഓരോ സാധനങ്ങള്. അല്ല, എന്താ നിങ്ങള് കാരണേ? എന്താ അത് നേരം വെക്കുമ്പോ അമ്മ കുട്ടി ഉറങ്ങിയതാണല്ലോ. ഇത് കണ്ട ആരായാലും കൊട്ടിപ്പോയില്ല. ഇങ്ങോട്ട് നോക്കിയേ, ഘടത്തേക്കാ സ്ട്രോങ് ആ. കണ്ട ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് ഉപേക്ഷിക്കപ്പെട്ടുള്ള ഒരു കൊടാണ്. കുളത്തിൽ നിന്ന് കിട്ടിയതാണ്. ഒന്ന് പോയിക്കേട വെങ്കയ്യായിരുന്നു. ഏതോ അമ്മച്ചി പൊങ്കാലിട്ടിട്ട് കുളത്തിൽ ഉപേക്ഷിച്ച സാധനം അത്. പൊങ്കാലേ? പിന്നെ അല്ല, ഇപ്പൊ ഏതൊരു പഴയ സാധനം കിട്ടിയാലും അപ്പം പറയും ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് കിട്ടിയതാണ്. ഒരു മുറുക്കാഞ്ചലം കിട്ടിയാലും ഇപ്പൊ ആൾക്കാർക്ക് അതേ പറയുള്ളൂ. വേറെ പണിയൊന്നുമില്ല. ടിപ്പുവിന് അതല്ലേ പണി. ഒരു ബോധമില്ലാത്തവരെ പറഞ്ഞ മാതിരിയാ പറഞ്ഞത്. കിട്ടിയോ? കഴിഞ്ഞോ? മുത്തയില്ലേ? സന്തോഷമായി. എത്ര ബാങ്കിൽ എത്ര ഉണ്ട് ഡെപ്പോസിറ്റ്? എന്തേ? അല്ല ഇത് കൊടുക്കാനുള്ള മുതലുണ്ടോ ചോദിക്ക. അല്ല, അത് നമുക്ക് വേറെ എന്തെങ്കിലും വഴി. എന്ത് വഴിയാണ്? പുരാവസ്തുവാണ്. എന്ത് വഴിന്ന് പതുക്കെ പറയും. എന്ത് ഞാൻ പതുക്കെ പറയണേ? അല്ലാതെ നമുക്ക് ഒരു പകരം ചന്തയെന്ന് പറഞ്ഞ മേടിക്കാം. എന്തെങ്കിലും പറയണ? ഈ ടിപ്പുവിന്റെ കാലത്തുള്ള ഒരു പുരാവസ്തു ചന്തയെന്ന് വാങ്ങ്. അല്ലെങ്കിൽ വേറൊരു വഴിയാ. എന്ത്? നമുക്ക് മുഴുവനായിട്ടൊരു കുടം കിട്ടിയിട്ടില്ല, ഇതിന്റെ അവശിഷ്ടം കിട്ടിയുള്ളൂ എന്ന് പറയാം. എന്താ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉള്ള ആളല്ലേ നിങ്ങളെ ഈ ജാതി വർത്താനം പറഞ്ഞേ? പറ്റിപ്പോയി. അത് ഇവിടെ എഴുതി വെച്ചേക്കില്ലേ? ഇവിടെ ലെഡ്ജറിൽ എഴുതി വെച്ചേക്കാണ്. തിരുത്തി എഴുതി എന്റെ റിപ്പോർട്ട് ആക്കിക്കോളാം. നിങ്ങളെന്താ ചെയ്തോല്ല? എക്കിലായി ബാധകമില്ലാട്ടോ. അറിഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല. നിങ്ങളെന്താ ചെയ്തോളി. അല്ല, ഒന്നാം തരം മുതല് നശിപ്പിച്ച് അത് ഓട്ടെ. എന്താ ജാതി അംഗക്കെട്ടുകള്. ഹാലാക്കല ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട്. സർ, ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല. കംപ്ലൈന്റോ? അവിടെ അടുത്ത് എന്തായിരുന്നു? നമസ്കാരം സർ. നമസ്കാരം. എന്റെ പേര് മണ്ടോദരി. ഓ, ഇത് അമ്മ. ഓ ശരി. ഞങ്ങള് ഗുജറാത്തിലായിരുന്നു. ഓ, അപ്പൊ അമ്മയ്ക്ക് റിട്ടയർഡ് ആയപ്പോ കുറച്ച് പൈസ കിട്ടി.
അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു തറവാട് മേടിച്ചു. അത് ശരി. പക്ഷെ അവിടെ ഇപ്പം താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തേ? ഞങ്ങള് വന്നപ്പോ തുടങ്ങിയതാ സാറേ, അവിടെ പ്രേതമുണ്ട് ഭൂതം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു സമാധാനം തരണില്ല നാട്ടുകാര്. അല്ല, ഇപ്പൊ നമുക്ക് ഇവിടെ നമ്മളതായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും മന്ത്രവാദിനെ ആരെങ്കിലും പോയി കണ്ടോളൂ. ഇത് പുരാവസ്തു ഗവേഷണ കേന്ദ്രമാണ്. അതല്ല സാറേ, അവിടെ ഏതാണ്ട് നിധി ഉണ്ടെന്നും പറഞ്ഞ എല്ലാവരും വന്ന് കുഴിക്കലും ബഹളവും. നാട്ടുകാര് മൊത്തം ഇപ്പൊ പറമ്പില്ല. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വന്നൊന്ന് കുഴിച്ചു നോക്കിയാ. അയ്യോ, ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും പുരാവസ്തു എവിടെയെങ്കിലും കണ്ടെത്തി എന്ന് പറഞ്ഞാൽ ഒന്ന് ചെന്ന് പരിശോധിച്ച് നോക്കുക, അതിന്റെ പഴക്കമൊക്കെ പരിശോധിക്കുക, അതൊക്കെയാണ് ഞങ്ങളുടെ ജോലി. അല്ല സാറേ, നിധി എന്നൊക്കെ പറയുമ്പം നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല. അല്ല, അപ്പൊ നിങ്ങളുടെ ഈ വളപ്പിൽ നിധി ഉണ്ട് ഇപ്പൊ ഈ നാട്ടുകാർക്ക് എങ്ങനെ അറിയുന്നു? അത് ഇവിടുത്തെ ഏതൊരു രാജാവിന്റെ കാമുകി ആ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പൊ രാജാവ് കൊടുത്ത ഈ സ്വർണവും സമ്പാദ്യവും ഒക്കെ അവരവിടെ ഏതൊരു സ്ഥലത്ത് കുഴിച്ചിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയണത്. ഏത് രാജാവ്? ചിലപ്പം ഇവിടെ ടിപ്പു സുൽത്താനാവോ? എന്താ അവൻ പോയി പൊട്ടിക്കാനാ? സാറേ, ഏത് രാജാവാന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞങ്ങള് പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ. ഒന്ന് സമാധാനമായിട്ട് ജീവിക്കണം. എന്താ പേര്? മണ്ടോദരി. മണ്ടോദരി. എന്താ വെച്ചാലേ നമുക്ക് അങ്ങനെ നിങ്ങൾ ആരെങ്കിലും നാട്ടുകാർ വന്ന് പറയുമ്പോ ചെന്ന് അന്വേഷിക്കാൻ പറ്റില്ല. ഇത് ഗവൺമെന്റ് സ്ഥാപനമാണ്. ഒരു രേഖാമൂലം ഒരു പരാതി തരാം. അല്ല, ഇതിനിപ്പോ ഇവര് ചെയ്യേണ്ട എന്താ വെച്ചാൽ ഞങ്ങളൊരു കാര്യം ചെയ്തോളേ. ഇത് ഈ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് നിങ്ങൾ ഇതിന്റെ അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പൊ അവര് വന്ന് അവരാണ് ഇപ്പൊ ഈ കുഴിക്കലും തോണ്ടലൊക്കെ അവരുടെ ഡിപ്പാർട്ട്മെന്റ് പെട്ടാണ്. പിന്നെ അവരെന്തെങ്കിലും അറിയിപ്പ് എന്തെങ്കിലും കിട്ടിയിട്ട് തന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പരിശോധിക്കാനുള്ള ഒരു അധികാരമുള്ളൂ. സാറേ, അവരെ ഒന്ന് കുഴിച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇത് ഞാൻ ഇവിടെ കൊണ്ട് തരാം. അങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ. അത് കുഴപ്പമില്ല. കുറെ പഴക്കം വരുമ്പോ ശരിയാക്കും. ഞങ്ങൾ അവിടെ പോയി അപേക്ഷ കൊടുക്കണം അതോ? നിങ്ങൾ അപ്പൊ ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽ നമ്മൾ പുറത്ത് ആളിരിപ്പുണ്ട് അവിടെ കൊടുത്തോളൂ കേട്ടോ. ഇവിടുത്തെ ഒരു മെയിൽ അയക്കാം. അപ്പൊ കുറച്ചും കൂടി എളുപ്പമായല്ലോ അത്. ശരി. മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഈ പാറ പൊട്ടിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി കൊടുത്തു കഴിഞ്ഞതാണ്. ഇനി പെട്ടെന്ന് പോയിട്ട് അതിനെ റദ്ദാക്കാൻ വേണ്ടി പറ്റില്ല. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? ഇത് എത്ര പ്രാവശ്യം പറഞ്ഞു നിങ്ങളോട്? സാറെ പറയണത് മനസ്സിലാകാഞ്ഞിട്ടല്ല. നിങ്ങൾ ഇവിടുന്ന് അനുവദിച്ചതിലും കൂടുതൽ ഏരിയയിൽ അവരത് പൊട്ടിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞങ്ങളതൊന്ന് പരിശോധിക്കട്ടെ. ഈ കരിങ്കൽ കോറിയിൽ വെടിമരുന്ന് വെച്ച് പൊട്ടിക്കാൻ നേരത്ത് പാറച്ചീളുകൾ പറക്കാണ്. അത് വന്ന് ഞങ്ങളുടെ വീട്ടിലും കുട്ടികളുടെ മേത്തും ഒക്കെ വീണ് നാശനഷ്ടം ഉണ്ടായിട്ട് 3-4 കുട്ടികൾ ഇപ്പൊ ആശുപത്രിയിലാണ്. അതെന്താ നിങ്ങൾക്ക് മനസ്സിലാകാത്തത്? സുഹൃത്തെ, പാറ പൊട്ടിക്കുമ്പോ പിന്നെ ചിന്നി ചതറാതിരിക്കോ? നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, കുട്ടികൾ ആ ഏരിയയിലേക്ക് പറഞ്ഞയക്കാതിരിക്കണം. അവര് കുട്ടികളാണ്, അവർക്ക് അറിഞ്ഞൂടാ. അയ്യോ, ഇതെന്തൊരു ന്യായം? ഞങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലത്ത് ഞങ്ങളുടെ കുട്ടികൾക്ക് കളിക്കാനും പഠിക്കാനും ജീവിക്കാനും മാർഗമില്ലേ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ കഷ്ടപ്പെടുന്ന ഈ മലമുട്ടിൽ പോയി താമസിക്കുന്നത്, നിങ്ങൾക്ക് കുട്ടനാട്ടിലേക്ക് പോന്നൂടെ? എന്ത് സുഖസുന്ദരമായ കാറ്റും കൊണ്ട് താമസിക്കാം അവിടെ. ഇയാൾക്ക് പ്രാന്താണ് സാറേ. ഞാനൊരു കാര്യം പറയാം. ഇതെന്റെ അവസാനത്തെ വരവാണ്. ഇനി ഞങ്ങൾ ഒന്നും കൂടി വരും എന്റെ നാട്ടിലെ മുഴുവൻ ആളുകളായിട്ട്. ഞാനതൊന്ന് നോക്കട്ടെ, ഒന്നുകൂടെ പരിശോധിക്കട്ടെ. നിങ്ങൾ ചൂടാനല്ലേ ഒരു ചാവിടിച്ചോ? ചൂടാനല്ല, നിങ്ങൾക്കൊക്കെ വേറെ മരുന്നുണ്ട്. ആ കോറി പൊട്ടിക്കണ ബോംബുണ്ടെന്ന് ഇവിടെ വെച്ച് പൊട്ടിക്കും ഞാൻ. എന്തിനാ നിങ്ങൾ ഓഫീസിൽ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിനാണ്? നമ്മൾ സൗഹൃദത്തിന്റെ രീതിയിൽ പോവുകയാണെങ്കിൽ ഓക്കെ. ഒരു ചായത്തിൽ കുടിച്ചിട്ട് ചായ ഒന്നും വേണ്ട. അതൊക്കെ ചായക്കാശ് കിട്ടിയവര് തമ്മിൽ കുടിച്ചാൽ മതി. ചൂടിലാട്ടോ ചായക്കാശ് കുടിച്ചവരെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെയാണ് ചൂണ്ടിയത്, ഇന്നല്ല. ഓമ്പറ്റെ കൊണ്ട് പൊട്ടിക്കണം ഇവിടെ. പൊട്ടിക്കണ ദിവസം പറഞ്ഞാൽ തലേന്ന് ലീവാക്കി. പുരാവസ്തു വകുപ്പിൽ നിന്ന് ഇങ്ങോട്ട് മെയിൽ അയച്ചു എന്ന് പറഞ്ഞു. ഇവിടുക്കോ? എന്തിന്? മറ്റേ നിധിയുടെ കാര്യം. നിധി സാറേ, സത്യം സാറേ, ആ നിധിന്റെ ആൾക്കാരാണ്. അത് അവര് മെയിൽ അയച്ചതേ ഞങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചയച്ചിട്ടുണ്ട്. അതെന്താ പറ്റാത്തെ? അതെന്താ പറ്റാത്തതെന്ന് ചോദിച്ചാല് അവരുടെ ജോലി ഞങ്ങൾ ചെയ്യണം. അതെ മോളെ, നമ്മളെ ഡിപ്പാർട്ട്മെന്റിൽ നിധി കൊഴിച്ചെടുക്കലല്ല പണി. നമ്മളെ ഡിപ്പാർട്ട്മെന്റ് ഏതാ, വകുപ്പ് ഏതാന്ന് അറിയാം നിങ്ങൾക്ക്? സാറേ, ഇനി അത് പഠിച്ചിട്ട് മതി. എത്ര കാലായി സാറേ സാറോട് അത് പറഞ്ഞോടിക്ക് കിട്ടാണ് അത് പറയും. ഒന്നുകൂടെ പറയും. ഭൂഗർഭം ഇങ്ങോട്ട് നോക്കിട്ട് ഭൂഗർഭ ഭൂഗർഭ ഖനന
കനന കനനല്ല ഏ? ഖനന ഖനന വകുപ്പ്. വകുപ്പ് വകുപ്പല്ല ഏ? വകുപ്പ്. വകുപ്പ് ഭൂഗർഭ ഖനന വകുപ്പ്. ആ വകുപ്പാണ് ഞാൻ എന്നെ പൊന്നു സാർ. അത് പറയും സാറേ നിങ്ങൾ പഠിപ്പിക്കല് പിന്നെ പഠിപ്പിക്കാം. ഞങ്ങളുടെ കാര്യം ഒന്ന് എന്താന്ന് വെച്ചാ അല്ല അതിപ്പോ പറഞ്ഞില്ലേ ഈ വകുപ്പിന്റെ പണിയെല്ലാം നിധി കുഴിച്ചെടുക്കല്. അയ്യോ സാറേ, ഞങ്ങൾ അവിടെ ചോദിച്ചപ്പോ പറഞ്ഞത് കുഴിക്കലൊക്കെ നിങ്ങളുടെയാണ്, അവർക്ക് പുരാവസ്തു എടുക്കാനുള്ള. ഇത് നല്ല കൂത്ത്. ഇന്ന് രാവിലെ മറ്റാള് വന്നിട്ട് പറഞ്ഞതല്ലേ അവന്റെ കിണറ്റിലെന്തോ കിടപ്പുണ്ട്, അത് നമ്മൾ പോയിട്ട് കുഴിച്ചെടുക്കണം. കുഴിച്ചെടുക്കണം. ആളുകളുടെ വിചാരം നമ്മൾ കിണറുടിക്കാരാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ധാതു പരിപാലനം, ധാതു ഖനനം, ധാതു പര്യവേഷണം, ഇതൊക്കെയാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ജോലികൾ. ഇത് ഭയങ്കര കഷ്ടാണ് കേട്ടോ സാറേ. എന്താ സംശയം? വലിയ കഷ്ടാണ്, പക്ഷെ ചെയ്തു പോകുന്നു മാത്രം. സാറേ, ഞങ്ങളിതിപ്പോ എവിടെയാ പോവണ്ടേ? അവിടെ ചിലപ്പോ പറയും ഇങ്ങോട്ട് വരാൻ പറയും, ഇവിടെ ചിലപ്പോ പറയും അങ്ങോട്ട് പോകാൻ പറയും. ഞങ്ങൾ മനുഷ്യരല്ലേ? അതെ, നിങ്ങളെ പറമ്പില് വല്ല എന്തെങ്കിലും ധാതുകൾ പെട്രോളിയോ ഇരുമ്പയിരോ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ നിങ്ങൾ വിളിച്ച് പറയാ, നമ്മൾ വന്ന് നോക്കിക്കോളാ. അതല്ലെങ്കിൽ രത്നങ്ങൾ ഉണ്ടെങ്കിലും പറ. ആ രത്നമുണ്ട്. രക്തണ്ടോ? അങ്ങനെ അത് ഏതോ ഒരു രാജാവ് കുറെ രത്നങ്ങൾ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ടെന്നും പറഞ്ഞാണ് ഈ നാട്ടുകാരൊക്കെ വന്ന് അവിടെ കുഴിക്കണേ. പടച്ച തമ്പുരാനെ, ഏത് രാജാവാ സാറേ ഇത്? ഏത് രാജാവാന്നൊന്നും അറിയില്ല. സാറ് വന്ന് കുഴിച്ച് മുഴുവൻ എടുത്തോ, ഞങ്ങക്ക് വേണ്ട. ഞമ്മക്ക് കുഴിക്കാൻ പറ്റൂല. നിങ്ങൾ തൽക്കാലം ഒരു JCB വിളിച്ചിട്ട് ഒന്ന് കുഴിപ്പിച്ചു നോക്കി, ചിലപ്പോ കിട്ടിയാലോ. ഈ JCB ECB എന്ന് പറയാൻ നിൽക്കണേ എന്തിനാണ് സാറേ? അവർക്ക് ഇതൊന്നും പറഞ്ഞ മനസ്സിലാവില്ലാന്ന്. രത്നങ്ങളാണ്. എന്ത് രത്നങ്ങള്? ഈ സാറിന് താല്പര്യമുണ്ട്, സാറ് വന്ന് കുഴിച്ചെടുത്തോ. അല്ല, എനിക്ക് ഒറ്റയ്ക്ക് പറ്റൂല മോളെ. അതെ മോളെ നിങ്ങൾ വന്നപ്പോ ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല അത് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, പുരാവസ്തു ഡിപ്പാർട്ട്മെന്റ് ആണ് ചെയ്യേണ്ടത്. നിങ്ങൾ അങ്ങോട്ട് ചെല്ലൂ. സാർ, എന്നാ നിങ്ങൾ രണ്ട് ഡിപ്പാർട്ട്മെന്റും കൂടി ഒരുമിച്ച് അതൊന്ന് ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ രണ്ട് ഡിപ്പാർട്ട്മെന്റ് ഒരുമിക്കില്ല. ഞങ്ങൾ നല്ല ചർച്ചയിലല്ല. എന്നാ പിന്നെ സാറൊന്ന് അങ്ങോട്ട് വിളിച്ച് പറയും ഇത് ചെയ്യാൻ. ഞാൻ എന്തെങ്കിലും ചെയ്യും കേട്ടോ. ഞാൻ ഉള്ളിൽ കൊണ്ട് അതൊന്നും ഇവിടെ നടക്കൂല മോളെ, വെറുതെയാണ്. അപ്പൊ സാറിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ലാന്ന് പറഞ്ഞില്ലേ? സാറിന് പറ്റോ? പറ്റാണ്ടാ. ആ, ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. എപ്പോഴും പറയണം ഇതുപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. എന്തിനാണോ ഇതൊക്കെ ജോലിക്ക് തന്നെ? എന്താ സാർ ഇന്ന് വരുന്നവർ മുഴുവൻ ഇങ്ങനെയാണല്ലോ. അവളെ ഭദ്രകാളിയായിട്ട് പോയിക്കണം. നേരത്തെ പറഞ്ഞവൻ അവസ്മാരം പിടിച്ച മാതിരിയാ പോയത്. മറ്റേ JCB കൊണ്ട് മാത്രമെന്നൊക്കെ പറഞ്ഞത് സാറേ, രത്നങ്ങളാണ്. പഴയ രാജാവിന്റെ എന്ന് പറയുമ്പോ എമ്മക്കൊക്കെ എന്തെങ്കിലും കിട്ടൂ. ഇവിടെ സുഖല്ലേ? ഇവിടെ ഇരുന്നാ പോരെ? ഇവരെ പെരയിടെയെന്നാ പറഞ്ഞിനി. വൈകുന്നേരം പണി എന്നിട്ട് അതിലൊന്ന് പോയി നോക്കി.